പ്രിയപ്പെട്ട സഹകാരികളെ, നാട്ടുകാരെ, ഉപ്പുതറ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ജനങ്ങളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റിയ ഒരു സഹകരണ പ്രസ്ഥാനമാണ്. ഇത് ഒരു സൂപ്പർ ഗ്രേഡ് ബാങ്കായി വളർന്നു കഴിഞ്ഞു. 2004 മുതൽ ലാഭത്തിൽ പ്രവർത്തിക്കുകയാണ്. സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ടാണ് ബാങ്കിൻ്റെ പ്രവർത്തനം നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗമായി പഠന മികവ് തെളിയിച്ചിട്ടുള്ള SLC +2 വിദ്യാർത്ഥികൾക്ക് വർഷങ്ങളായി ഇവിടെ ക്യാഷ് അവാർഡും മെമൻറ്റോയും നൽകുന്നുണ്ട്. നേരത്തെ അല്ല ഇത് പൊതുയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് നടത്തി വന്നിരുന്നതെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇതൊരു പൊതു ചടങ്ങായി മാത്രമായി മാറ്റിക്കൊണ്ട് ഈ ചടങ്ങ് നടത്തി വരികയാണ്. മന്ത്രിമാരും ജനപ്രതിനിധികളുമാണ് സമ്മാനങ്ങൾ നൽകുന്നത്. ഈ പ്രാവശ്യം വിവിധ കലാപരിപാടികളുടെ ഗ്രാമീണ ഉത്സവമാക്കി ചടങ്ങിനെ മാറ്റണമെന്ന് ഞങ്ങൾ ഡയറക്ടറോട് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിപ്പോൾ ഒരു ഗ്രാമീണ ഉത്സവമാണ്. 2026 ജൂൺ 21 ഞായറാഴ്ച 2:30 ബാങ്കിൻ്റെ പഞ്ചായത്ത് കവലയിലുള്ള ഹെഡ് ഓഫീസിലെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന സെനറ്റ് ഹാളിൽ ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി ശ്രീ വി അബ്ദുൽ ഗഫൂർ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. മുൻ വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവാർഡുകൾ വിതരണം നടത്തും. മുൻ ജനപ്രതിനിധികളും എഴുത്തുകാരും അടക്കമുള്ളവർ പങ്കെടുക്കുന്നു. തുടർന്ന് വിവിധ കലാപരിപാടികൾ കൈകൊട്ടിക്കളി, ഗ്രൂപ്പ് ഡാൻസ്, കവിത, ഗാനങ്ങൾ എന്നിവ അവതരിപ്പിക്കുന്നു. ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഹകാരികളെ, നാളെ നടക്കുന്ന 21-ാം തീയതി ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന സഹകരണ കലോത്സവത്തിൻ്റെയും വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തെ സംബന്ധിച്ച് ബഹുമാനായ പ്രസിഡന്റ് ആമുഖമായി ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഉപ്പുതറ സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷത്തിൽ നിന്നും വിഭിന്നമായി ഈ വർഷത്തെ വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിന് ഒരു പ്രത്യേക നാമകരണം നൽകുകയാണ്. സഹകരണ കലോത്സവവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും. അപ്പോൾ നമ്മുടെ നാട്ടിലെ നാളെയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളെ സമുചിതമായി ആദരിക്കുന്ന ഒരു ബാങ്ക് ആ വേളയെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഭരണസമിതിയുടെ കാഴ്ചപ്പാടാണ് ഈ സഹകരണ കലോത്സവത്തിൻ്റെ ആവിർഭാവത്തിന് കാരണം. അതുകൊണ്ട് തന്നെ കലയെ സ്നേഹിക്കുന്നവരും ഈ നാടിനെ സ്നേഹിക്കുന്നവരും എല്ലാം ഈ പരിപാടിയിലേക്ക് ഒഴുകിയെത്തണമെന്ന് ഏറ്റവും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, സഹകരണ മേഖലയും നമ്മുടെ പുതുതലമുറയും തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഇതിൽ അന്തർലീനമായിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി യുവജനങ്ങൾ അല്ലെങ്കിൽ യുവാക്കൾ ഈ മേഖലയോട് കൂടുതലായി അടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന തലമുറയെ, കുട്ടികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ സഹകരണ പ്രസ്ഥാനം വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഉപ്പുതറ സർവീസ് സഹകരണ ബാങ്ക്. നമ്മുടെ ബാങ്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പലിശയില്ലാതെ വിദ്യാഭ്യാസ വായ്പ കൊടുക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ്. 25,000 രൂപ വരെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് 1 രൂപ പോലും പലിശ വാങ്ങാതെ നൽകുന്ന ഒരു ധനകാര്യ സ്ഥാപനം. അപ്പോൾ തീർച്ചയായും നാളെ യുവാക്കളായി മാറേണ്ട വിദ്യാർത്ഥികളെ തുടക്കം മുതലേ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഭരണസമിതി സ്വീകരിച്ചു വരുന്നത്. അതുമാത്രമല്ല, കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേക സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ നമ്മുടെ ബാങ്കിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ വളരെ ചെറുപ്പത്തിലേ തന്നെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നന്മ തിരിച്ചറിഞ്ഞുകൊണ്ട് നാളെയുടെ വാഗ്ദാനങ്ങളായി മാറട്ടെ. ഈ ഉണ്ടായ വിജയത്തിൽ ബാങ്ക് ഭരണസമിതിയും സെക്രട്ടറിയും ജീവനക്കാരും എല്ലാം ഈ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം എല്ലാ വിദ്യാർത്ഥികളും, കുടുംബാംഗങ്ങളും, സഹകാരികളും എല്ലാം ഒത്തുചേരുന്ന മുപ്പത്തടത്തിൻ്റെ ഒരു കലോത്സവമായി, ഗ്രാമീണ ഉത്സവമായി ഇത് മാറ്റണമെന്ന് ഒരിക്കൽ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.